എൻ്റെ പേര് ലിൻസി വി എ. ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത്. എനിക്ക് 42 വയസ്സുണ്ട്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് മാർച്ച് മാസം 2-ാം തീയതിയാണ്. ഞാൻ കൃപാസനത്തെക്കുറിച്ച് ഇതിനു മുമ്പൊക്കെ കേട്ടിട്ടുണ്ടിരുന്നെങ്കിലും എനിക്കിവിടെ വരുവാനൊന്നും സാധിച്ചില്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്സ് 2 പേര് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അവരെന്നെ കൂട്ടി ഇവിടെ വന്നു. അങ്ങനെ ഞാനിവിടുന്ന് ഉടമ്പടി എടുത്തു പോയി. ഉടമ്പടി എടുത്ത് പോകാൻ പ്രത്യേകം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോകാൻ എനിക്ക് കാരണമുണ്ടായിരുന്നു. ഞാൻ കുറച്ച് നാൾ ഇസ്രായേലിൽ ജോലി ചെയ്തിരുന്നു. അപ്പോൾ അവിടുന്ന് തിരിച്ചു വന്നിപ്പോൾ 4 വർഷമായി വീട്ടിൽ ജോലിയൊന്നും ഇല്ലാണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ എക്സ്പീരിയൻസ് വെച്ച് UK പോകാമെന്ന് ഒരു ഏജൻറ്റ് പറഞ്ഞ് അങ്ങനെ പൈസ കൊടുക്കുകയും ചെയ്തു. അപ്പം പൈസ കൊടുത്ത് 3-4 മാസമായപ്പം അത് ശരിയാകുകയല്ല. അടുത്തൊരു അന്ന് കൊടുത്തത് സീനിയർ കെയർ അസിസ്റ്റൻറ്റിൻ്റെ വിസയ്ക്ക് വേണ്ടിയായിരുന്നു. അപ്പോൾ 4 മാസമൊക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത് വെയിറ്റ് ചെയ്താൽ ഒത്തിരി സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ കെയർ അസിസ്റ്റൻ്റ് വിസ വരുന്നുണ്ട്, അതിലേക്ക് UKVILTS എന്ന് പറഞ്ഞൊരു എക്സാം എഴുതണമെന്ന് പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര വിഷമമായി. എനിക്കിപ്പോൾ 42 വയസ്സായി. ഒത്തിരി കാലങ്ങളായി ഞാൻ പഠിച്ചിട്ട്. പണ്ട് പ്രീ ഡിഗ്രി പഠിച്ചതാണ്, പിന്നെ അതിനുശേഷം ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു മാർച്ച് 2-ന് പ്രാർത്ഥിച്ചു പോയി. മാർച്ച് 9-ാം തീയതി ഞാൻ ബത്തേരി ക്ലാസ്സിൽ ചേർന്നു. ക്ലാസ്സിൽ എനിക്ക് ചെന്നപ്പോൾ തന്നെ ഭയങ്കര പേടിയായിരുന്നു. അവിടെ ഞാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി കുട്ടികൾ MA ഒക്കെ എടുത്ത പിള്ളേർ വന്നിട്ട് IITസിൻ്റെ ക്ലാസ്സിൽ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി എന്നെക്കൊണ്ട് ഇത് ജയിച്ച് മാർക്ക് മേടിക്കാനോ സ്കോർ ചെയ്യാനോ പറ്റുന്നില്ല എന്ന് എനിക്ക് തോന്നി. എന്നാലും പൈസ കൊടുത്തതല്ല, ഇനി എന്തായാലും എഴുതാതിരിക്കാൻ പറ്റിയല്ല. എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞാൻ മാതാവിനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ ലോക്കറ്റ് കയ്യിലിട്ടുകൊണ്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. ഏത് റീഡിങ് ആണേലും റൈറ്റിങ്ങിനാണേലും ലിസണിങ്ങും എല്ലാം ഞാൻ മാതാവിൻ്റെ ലോക്കറ്റ് കയ്യിൽ പിടിച്ചുകൊണ്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ ഡേറ്റ് എടുത്തു. ഏപ്രിൽ 29-നും 30-നും എനിക്ക് എക്സാമിൻ്റെ ഡേറ്റ് കിട്ടി. മാതാവിൻ്റെ ഒരു കൃപയുണ്ട് മാത്രമാണ്. ഞാൻ മാതാവിനെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് അന്ന് ഞാൻ പോയതും എക്സാം എഴുതാൻ പോയതും. എക്സാമിനൊപ്പം എൻ്റെ കയ്യെഴുത്തേൽ മാതാവിൻ്റെ ലോക്കറ്റ് അണിഞ്ഞ കൊന്തയുണ്ടായിരുന്നു. എനിക്ക് അവിടെ ചെന്നപ്പോൾ റീഡിങ്ങും ഭയങ്കര പാടായിരുന്നു, ലിസണിങ്ങും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങിയത്. പിന്നെ 2 എണ്ണം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടില്ലാതെ കുഴപ്പമില്ലാണ്ട് കിട്ടി. എനിക്കതാണ് കിട്ടുമെന്ന് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. മാതാവ് എനിക്ക് റീഡിങ്ങിന് കുറച്ച് മാർക്ക് കുറച്ച് തന്നാലും ബാക്കി എല്ലാത്തിനും നല്ല സ്കോറോടുകൂടി എനിക്ക് IELTS പാസ്സാകാനും ഈ കഴിഞ്ഞ മെയ് 13-ാം തീയതി എൻ്റെ റിസൾട്ട് വരികയും ചെയ്തു. മാതാവിൻ്റെ ഒരു കൃപ കൊണ്ട് മാത്രമാണ് ഈ പ്രായത്തിൽ എനിക്കത് നേടിയെടുക്കാൻ സാധിച്ചതെന്ന് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത്.